വീട്ടിലിരുന്ന് തയ്യൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന നമ്മളിൽ പലരും പലപ്പോഴും പറയുന്ന ഒരു പരാതിയില്ലേ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരൊറ്റ മിനിറ്റ് പോലും വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഭയങ്കര തിരക്ക് തന്നെയാണ്. പക്ഷേ എന്നിട്ടും വിചാരിച്ച പോലെ ഒരു തുണിയും തയ്ച്ച് തീർക്കാനൊക്കെ അവർക്ക് പറ്റണില്ല. കൈകളിൽ പൈസയും കാണില്ല. എവിടെയാണ് നമുക്ക് പിയക്കുന്നതെന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ്ര ഡിസൈൻസ് ആൻഡ് വ്ളോഗ്സ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതുവരെ തന്ന എല്ലാ വീഡിയോസിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരുണ്ട്, അതായത് നെപ്പോളിയൻ ഹില്ലിൻ്റെ സമയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ, അതായത് ടൈം മാനേജ്മെൻറ്റ് തത്വങ്ങളെ പറ്റി നമുക്ക് നമ്മളെ തയ്യൽ ജീവിതത്തിൽ അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നും നമുക്ക് പരിശോധിച്ചാലോ. വെറുതെ കഷ്ടപ്പെട്ട് പണിയെടുക്കാതെ ബുദ്ധിപൂർവ്വം സമയം കൈകാര്യം ചെയ്ത് എങ്ങനെ തയ്യൽ ബിസിനസ്സിൽ വലിയ വിജയം നേടാമെന്ന കാര്യം നമുക്കൊന്ന് നോക്കട്ടോ. അതെ, ഇത് ബുദ്ധിപൂർവ്വം നമ്മൾ ഈ സമയങ്ങളെ കൈകാര്യം ചെയ്തിട്ട് എങ്ങനെ തയ്യൽ ബിസിനസ്സിൽ ഒരു വലിയ വിജയം നേടാമെന്ന ഈ കാര്യം കേൾക്കുമ്പം നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാവും. വീഡിയോ മുഴുവനും കണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണേ. ഒന്നാമത്തെ കാര്യം വരുന്നത് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക എന്നതാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് 86,400 സെക്കൻഡുകൾ ആണ്. അതിനെ എങ്ങനെ വിനിയോഗിക്കുക എന്നത് നമ്മുടെ വിജയത്തെ തീരുമാനിക്കും. ഏത് അംബാനിക്കും അദാനിക്കും പാവപ്പെട്ടവനും പിച്ചക്കാരനും കിട്ടുന്നത് 24 മണിക്കൂറാണ്. അതായത് ഈ 86,400 സെക്കൻഡുകളാണ് ഈ ലോകത്ത് ഏതൊരാൾക്കും ഭക്ഷ്യഭേദമില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണത്. തയ്യൽ ചെയ്യുന്ന നമ്മൾ പലപ്പോഴും സെക്കൻഡുകളുടെയോ മിനിറ്റുകളുടെയോ വില ഓർക്കാറന്നല്ല. ഒരു ബ്ലൗസ് വെട്ടാനിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാം എന്ന് കരുതി നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ റീൽസ് കാണാൻ തുടങ്ങും. അത് പിന്നെ ആ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് 20 മിനിറ്റ് ആവും, 20 മിനിറ്റ് 1 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ ആ ദിവസത്തിലെ സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും പോണത് നമ്മൾ അറിയത്തേ ഇല്ല. അതെ, 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യമാണ് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് തീരൂല എന്ന് പറയണേ. ഈ പോകുന്ന ഓരോ സെക്കൻഡുകളും നമ്മളെ വരുമാനമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് തയ്യലിൽ നിന്ന് നല്ലൊരു തുക സമ്പാദിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് തീർച്ചയാണ്. സമയം കളഞ്ഞിട്ട് നാളെ ആ നാളെ നമ്മളെ ജീവിതം അവസാനിക്കുന്നത് വരെ നമുക്ക് തീരൂല എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. അപ്പം നല്ലൊരു തുക സമ്പാദിക്കണമെങ്കിൽ നമ്മളെ ടൈമിനെ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം വരുന്നത് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നതാണ്. കൃത്യമായ ലക്ഷ്യമില്ലാത്ത സമയം വെറും പായാക്കൽ മാത്രമാണ്. അതായത് നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു പോകും, പക്ഷേ അതിന് ലക്ഷ്യമില്ലെങ്കിൽ നമ്മളെ സമയം വെറുതെ പോവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വെറുതെ ചെയ്യണ പോലെയാവും. സ്വപ്നങ്ങൾക്ക് നമ്മളൊരു സമയപരിധി നിശ്ചയിക്കുന്നത് അവ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ എത്ര ഡ്രസ്സ് തയ്ക്കുന്നു, അത് ആ ഡ്രസ്സ് എത്രണ്ണം തയ്ക്കണം എന്നത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം വേണം. വെറുതെ മെഷീൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കാര്യമില്ല. രാവിലെ ഇരിക്കുമ്പം തന്നെ ഇന്ന് ഞാൻ 2 ചുരിദാറും 1 ബ്ലൗസും തയ്ച്ച് തീർക്കും എന്നുള്ളൊരു ലക്ഷ്യം തന്നെ വെക്കണം. അതുപോലെ തന്നെ ഈ മാസം തയ്യലിലൂടെ ഞാൻ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ സമ്പാദിക്കും എന്ന ഒരു ലക്ഷ്യം കൂടെ നമുക്ക് വേണം. ഈ ലക്ഷ്യം നമ്മൾ വെച്ചിട്ട് അതിനായിട്ടൊരു സമയപരിധി നിശ്ചയിച്ചിട്ട് ജോലി ചെയ്താൽ നമ്മുടെ മനസ്സ് മടുപ്പില്ലാതെ തന്നെ വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇത് എഴുതി വെച്ച് ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ നമ്മളെ ഉപബോധ മനസ്സ് ഇത് തീർപ്പെടുത്തി നമ്മളിത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് അവിടെ ഉറപ്പിച്ച്, അപ്പം നമുക്കത് പെട്ടെന്ന് നേടാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കിയാലോ. വെറുതെ തിരക്ക് കൂട്ടുന്നതും കാര്യക്ഷമതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയുക എന്നതാണ്. എപ്പോഴും ബിസിയായിരിക്കുന്നത് വിജയത്തിൻ്റെ ഒരു ലക്ഷണമേ അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ പരിശോധിക്കണം. ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര തിരക്കിലായിരിക്കും. എത്ര തിരക്ക്! ഒന്ന് കത്രിക അങ്ങനെ എടുക്കണേ, നൂല് തിരയണ്, കസ്റ്റമറോട് സംസാരിക്കണേ, തുണി തപ്പണേ. പക്ഷേ രാത്രി ആകുമ്പോഴത്തേനും ഒരൊറ്റ ഡ്രസ്സ് പോലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് മിക്കവരുടെയും പരിപാടി. അതൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും കൃത്യസമയത്ത് ഫലം തരുന്നതാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തന്നെ വേണം. ഓർഗനൈസറായി ജോലി ചെയ്താലേ അനാവശ്യമായിട്ടുള്ള ഓട്ടപ്പാച്ചിലും തിരക്കൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ. ഇനി നാലാമത്തെ ഒരു കാര്യം നോക്കിയാലോ.
80-20 റൂള് അഥവാ 80-20 നിയമം അഥവാ 80-20 നിയമം എന്താണെന്നുള്ളത് ആ ഒരു വിജയത്തിൻ്റെ രഹസ്യമാണ്. വിജയത്തിന് കാരണമാകുന്ന 20% കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ഊർജ്ജം നമ്മൾ വിനിയോഗിക്കാൻ നോക്കണം എന്നതാണ് ഈ നിയമം നമ്മളോട് പറയണത്. നമ്മുടെ തയ്യൽ ബിസിനസ്സിലേക്ക് നോക്കിയാൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് 20% ആളുകൾ മാത്രമായിരിക്കും നമുക്ക് ലാഭം ഉണ്ടാകുന്നതും തരുന്നതും അല്ലെങ്കിൽ കൃത്യസമയത്ത് പൈസ തരുന്നതൊക്കെ നല്ല കസ്റ്റമേഴ്സ്. ബാക്കി വരുന്ന വലിയൊരു ശതമാനം ആളുകളും ഒരുപാട് സമയം കളയുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ആൾട്രേഷൻ പറയുന്നവരോ നമുക്ക് കൂലി തരാൻ മടിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ലാഭം സംതൃപ്തിയൊക്കെ തരുന്ന ആ 20% നല്ല കസ്റ്റമേഴ്സില്ലേ, ഓരോ ഓർഡറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അത് നമ്മളെ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ വളർത്താൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം നോക്കിയാലോ, ടൈം ഓഡിറ്റിംഗ് നടത്തുക എന്നതാണ്. നമ്മുടെ സമയം എവിടെയാണ് ചിലവാകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരാഴ്ചത്തെ കാര്യങ്ങൾ കൃത്യമായി കണക്കെടുക്കുക. സോഷ്യൽ മീഡിയ പോലുള്ള അനാവശ്യ കാര്യങ്ങളിൽ സമയം കളയുന്നത് പൂർണ്ണമായിട്ട് നമ്മളത് ഒഴിവാക്കുക. നിങ്ങളൊരു ഡയറി എടുത്ത് ഒരു 1 വീക്ക് എഴുതി വെക്ക്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ മണിക്കൂറിലും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കുറിച്ച് വെക്കുക. ആ ഒരു പേപ്പറിൽ ഓരോ ദിവസവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, അയ്യോ ഞാനൊരു ദിവസം 2 മണിക്കൂറോളം ഫോൺ നോക്കി കളയുന്നുണ്ടല്ലോ എന്നൊക്കെ, അല്ലെങ്കിൽ അയൽക്കാരോട് സംസാരിച്ച് ഒരുപാട് സമയം പോകുന്നുണ്ടല്ലോ എന്ന്. ഈ ടൈം ഓഡിറ്റിങ്ങിലൂടെ സമയം എവിടെയാണ് ചോർന്നു പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അത് അടച്ചു പൂട്ടാനും നമുക്ക് സാധിക്കും. നമ്മളെ ടൈമാണ്, നമ്മളെ സമയമാണ്, നമ്മളെ മിനിറ്റുകളാണ്, നമ്മളെ സെക്കൻഡുകളാണ്. നമ്മൾ ഓരോ സെക്കൻഡും നമ്മളിന്ന് പോകുമ്പോൾ നമ്മൾ മരണത്തോടെ എടുക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് പൈസ പോയാൽ അത് തിരിച്ചു കിട്ടും, മാനം പോയാൽ അത് എന്ത് കാര്യം പോയാലും നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ സമയം, ആ ഒരൊറ്റ സാധനം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പിന്നീട് ഒരിക്കലും ആ ഒരു ടൈം നമുക്ക് തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം തൊട്ട് തന്നെ ഞാൻ സമയത്തെ വെറുതെ കളയില്ലാന്ന് പ്രതിജ്ഞ എടുക്കുക. അതോടൊപ്പം നിങ്ങൾ കമൻറ്റിലൊന്ന് എഴുതിക്കോളി. അപ്പം നമുക്ക് 6ാമത്തെ കാര്യം നോക്കിയാലോ, അത് ടൈം ബ്ലോക്കിംഗ് ആണ്. ദിവസത്തെ വിവിധ എനർജി സോണുകളായിട്ട് നമ്മളൊന്ന് തരംതിരിച്ചെടുക്കുക. അതായത് ഡീപ്പ് വർക്ക്, റുട്ടീൻ ജോലികൾ, വിശ്രമം, ആത്മപരിശോധന എന്നിവ സമയത്തെ ബ്ലോക്കുകളാക്കി നമ്മൾ മാറ്റുക. തയ്യൽക്കാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. രാവിലെ നല്ല എനർജിയുള്ള സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡീപ്പ് വർക്ക് ചെയ്യുക. അതായത് ഈ ഡിസൈൻ വർക്കുകൾ, അതേപോലെ കട്ടിങ് എന്നിവ നമ്മൾ രാവിലെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ല എനർജി ഉള്ളതേക്കും. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ജോലികൾ, ലളിതമായ റുട്ടീൻ ജോലികൾ ചെയ്യുക. അതായത് ഓവർലോക്ക് ചെയ്യാണ്ടാവും, നൂല് കോർക്കുക, ഹെമ്മിങ് ചെയ്യുക, ബട്ടൺ വെക്കുക എന്നുള്ളവ ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ നോക്കുക. ഒപ്പം കൃത്യമായ വിശ്രമത്തിനും നമ്മൾ സമയം നമ്മളെ ജീവിതത്തിൽ മാറ്റിവെക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിനും മനസ്സിനൊക്കെ അമിതമായ ഭാരം അനുഭവപ്പെടില്ല. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ കഴിയും. 7ാമത്തെ കാര്യം, ഡിസ്ട്രാക്ഷനുകൾ അഥവാ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ അകറ്റി നിർത്തുന്ന പൂർണ്ണമായി ഏകാഗ്രതയോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ തന്നെ ഫോൺ ആ മെഷീൻ്റെ അടുത്ത് തന്നെ വെക്കും. അപ്പോൾ ഓരോ മെസ്സേജ് വരുമ്പോഴും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ തയ്യൽ നിർത്തിയിട്ട് ആ ഫോൺ അങ്ങനെ എടുത്ത് വെക്കും. അതിന്മേൽ അങ്ങനെ പോവും, ടൈം അവിടെ പോവും, നമ്മളറിയില്ല. ഒരു തവണ നമുക്ക് ഇങ്ങനെ ഫോണൊക്കെ തിരിഞ്ഞ് ശ്രദ്ധ പോയാൽ വീണ്ടും ആ പഴയ ഒരു ഏകാഗ്രത ഉണ്ടല്ലോ, അത് നമുക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ അളവ് മാറിപ്പോകാനൊക്കെ അത് കാരണമാവും. അതുകൊണ്ട് തന്നെ തയ്ക്കുന്ന ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫോൺ സൈലൻറ്റ് മോഡിലേക്കാക്കി ദൂരെ വെച്ചാൽ മതി. ആ സമയത്ത് ഫോൺ കോളുകൾ പോലും ഒഴിവാക്കി തയ്യലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഫോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്ത് വെക്കണത് തന്നെയാണ്. അതിപ്പോഴും ഞാൻ മാറ്റാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതോടുകൂടി ഞാനും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഫോൺ മാറ്റി വെക്കുക എന്നുള്ള കാര്യം. ഫോണിൽ ഓരോന്ന് കേട്ടിട്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുക, പക്ഷേ അതൊക്കെ ഒഴിവാക്കി ആ സ്റ്റിച്ച് ചെയ്യണ കാര്യത്തൊക്കെ മാത്രം ഞാനും ശ്രദ്ധ കൊണ്ടുവരാൻ നോക്കുകയാണ് കേട്ടോ. ഇനി 8ാമത്തെ കാര്യം നോക്കിയാലോ, കൃതജ്ഞതയുള്ളവരായിരിക്കുക. ഒപ്പം കാര്യങ്ങൾ നീട്ടി വെക്കാതെ അപ്പം തന്നെ നമ്മൾ തുടരുന്നത് കൊണ്ടുവരിക. ഓരോ ദിവസവും ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പഠിച്ചവനെ സ്തുതിച്ചു കൊണ്ട് തന്നെ വരണം എന്നുള്ളൊരു കാര്യമുണ്ട്. കൃതജ്ഞതയുള്ളവരായിരിക്കുക തന്നെ വേണം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ എന്ന് കരുതി നീട്ടി വെക്കാതിരിക്കുക. ആ കാര്യം ഇപ്പം തന്നെ ചെയ്യാൻ നോക്കുക. നാളെ 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 ആ നാളെ 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 തീരൂല. നമ്മളെ കബർക്കെടുത്ത് വെക്കണവരെ ആ നാളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയം ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മളെ മുന്നിലേക്ക് വരൂല.
നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ചെയ്യാം എന്നൊക്കെ കരുതി മാറ്റി വെക്കണ ആ ഒരു ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തയ്ക്കാനുള്ള തുണി ഇന്ന് തന്നെ വെട്ടി തയ്ച്ച് തുടങ്ങണം. ജീവിതത്തിലും ബിസിനസ്സിലൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു തയ്യൽക്കാരനും പ്രായോഗികമാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ സമയ മാനേജ്മെൻറ്റ് തത്വങ്ങൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ തയ്യൽ മുറികളിൽ പരീക്ഷിച്ച് നോക്കി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വരുമാനത്തിലും നിങ്ങളുടെ തയ്യലിലും വേഗതയിലും ഒക്കെ വലിയൊരു മാറ്റം തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം തന്നെ മാറ്റി വെക്കുന്ന ആളിനി ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ എന്നാലും അത് എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എനിക്കൊരു മോട്ടിവേഷൻ വരുമ്പോഴാണ് ഞാൻ കൂടി അത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊന്നും കൂടി ഒരു മോട്ടിവേഷൻ കയറും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാൻ പറയുന്നത് കേട്ടോ. ഈ മാറ്റം വരുന്നത് നിങ്ങളിതിന് തയ്യാറാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൊന്ന് ഐ ആം റെഡി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എത്ര ആൾക്കാർ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഇത് മാറ്റാൻ തയ്യാറായി എന്നുള്ളത് നമുക്കറിയാലോ. നിങ്ങൾ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. അതിനൊക്കെ മറുപടി കഴിഞ്ഞ വീഡിയോ ഞാൻ കമൻറ്റുകൾക്ക് തന്ന മറുപടി ആയിരുന്നു. ഓരോരുത്തരുടെ പേരും നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാൻ അതിന് മറുപടി തരുന്നുണ്ട്. എന്നോട് കഴിയണ അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് അതിനുള്ളൊരു മറുപടി കണ്ടുപിടിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ഇട്ടോളിട്ടോ. നിങ്ങളുടെ തയ്യൽ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.